റെയിൻഫോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് റെയിൻഫോൾ. ഹായ്, അപ്പം റെയിൻഫോൾ വാട്ടർഫോളിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ബോട്ടിങ് കാണിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ ബോട്ടിങ് മാത്രമേ ഉള്ളൂ. അതൊരു 15 മിനിറ്റ് ബോട്ടിംഗ് ആണ്. 15 മിനിറ്റിൽ ഞാനതൊരു 3 മിനിറ്റായിട്ടാണ് കാണിക്കുന്നത്. താങ്ക് യു. അപ്പോൾ ഒരു ബോട്ട് ട്രിപ്പ് കഴിഞ്ഞ ആൾക്കാർ വന്നു. അവർ വളരെ സന്തോഷത്തിൽ വരുന്ന കാഴ്ച കാണാം. അടുത്തത് നമ്മൾ തുടങ്ങുകയാണ്. അങ്ങനെ ബോട്ടിൽ കയറിയിരുന്നു. അങ്ങനെ ബോട്ടിൻ്റെ ഡ്രൈവർ വന്നിട്ട് ഇനി വിടുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ബോട്ട് നമ്മളെ കൊണ്ട് പോവാണ്. ബോട്ടിൽ ഇത്രയും പേരുണ്ട്. ഏറ്റവും ആദ്യം ഇരുന്ന് ഞാനിപ്പോൾ അവസാനമായി. എന്നാലും എനിക്ക് ബൈക്കിൽ ഇരുന്ന് നന്നായിട്ട് കാണാം. ബോട്ടിൻ്റെ ബാക്കിലിരുന്ന് നന്നായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ നിന്ന സ്ഥലമാണ് അവിടെ വിട്ടിട്ട് നമ്മൾ ആ വാട്ടർഫോളിൻ്റെ അടുക്കലോട്ട് പോവാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്, റെയിൻഫോൾ വാട്ടർഫോൾ. അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അങ്ങനെ അങ്ങ് ദൂരം മറ്റു ബോട്ടുകളൊക്കെ കിടക്കുന്നത് കാണാം. അങ്ങനെ അങ്ങ് ദൂരെ ഇവിടുത്തെ സിറ്റി സെൻറ്റർ കാണാം. ഇവിടുത്തെ വലിയ ബിൽഡിങ്ങുകൾ കാണാം. അങ്ങ് മനോഹരമായ ഒരു ബ്രിഡ്ജ് അങ്ങ് ദൂരെ കാണാം. അങ്ങ് ദൂരെ കാണുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. ആ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് എന്ന് ഉദ്ദേശിച്ച ആ കോഴിയുടെ എംബ്ലം കണ്ടു കഴിഞ്ഞാൽ അത് വിചാരിച്ചോണം അതൊരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണെന്ന് യൂറോപ്പിൽ. അതുകൊണ്ട് തന്നെ അതൊരു ചർച്ചിന്റെ ഭാഗമായിരിക്കാം ഇത്. അതിലേയും താഴോട്ടിറങ്ങാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നിയറസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പം ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശകലിച്ച് ഇത് അനങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് 2 സൈഡിലായിട്ട് 2 മലകളുടെ ഇടയ്ക്കായിട്ടാണിത്. 2 മലകളല്ല, 2 പാറകളുടെ ഇടയ്ക്കായിട്ടാണ് ഈ വാട്ടർഫോൾ 2 സൈഡിലായിട്ട് വരുന്നത്. അത് കാണുന്നതിന് വേണ്ടി ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിൽ നിന്ന് നമുക്ക് ഇവിടോട്ട് ഇറങ്ങി വരാവുന്നതാണ്. ഇതോ അതിൻ്റെ വെള്ളം ഇങ്ങനെ വരച്ച് ചാടുന്നത് നല്ല രസമാണ് കാണുന്നതിന്. നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് പുറത്തിറങ്ങി ഈ വാട്ടർഫോളിൻ്റെ നിയറസ്റ്റ് ആയിട്ട് നിന്നിട്ട് കുറേ കാഴ്ചകളൂടെ കാണാം. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത് പേടിയാവുന്നു. നിന്നെടുക്കാൻ പറ്റുന്നില്ല. അപ്പം വാട്ടർഫോൾ വളരെ നിയറസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ വളരെ പേടിയോടുകൂടിയാണ് നിന്നെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ സ്ഥലവും വളരെ വ്യക്തമായിട്ട് കാണാം. എത്ര ആ ഒരു കുന്നിരിക്കുന്നത് അത് വാട്ടർഫോളായിട്ട് ഇടിഞ്ഞിടിഞ്ഞത് കുന്നെല്ലാം ഒന്നായിട്ട് മാറി. ഇവിടെ നിന്നപ്പോൾ തന്നെ കിളി പോകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടു. ബോട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല. ബോട്ട് തിരിച്ചു കൊണ്ടുവിടാൻ പോവാണ്. ഏകദേശം കിളി പോയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൂടുള്ളവരൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബോട്ട് ആടാൻ തുടങ്ങി. ഓക്കെ, ഇനി പുതിയ വീഡിയോകളുമായിട്ട് സ്വിറ്റ്സർലൻഡിൽ മനോഹരമായ വീഡിയോകളുണ്ട്, അതുമായിട്ട് വരുന്നതാണ്. അതുതന്നെയല്ല, യൂറോപ്പിലെ അനവധി വീഡിയോകൾ വരാനുണ്ട്. അതെല്ലാം കാണണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.